ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണയായി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ മൈദ വെച്ചിട്ടല്ലേ ചെയ്യാറ്, പക്ഷേ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, ഈ കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ ജാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ. വെള്ളമൊക്കെ നല്ല രീതിക്ക് തുടച്ചിട്ട് വേണം എടുക്കാൻ. ഇനി അതിലോട്ട് അധികം തണുപ്പില്ലാത്ത 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി നിങ്ങൾ കോഴിമുട്ട ഫ്രിഡ്ജിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയുടെ മിക്സ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സാധാ കുക്കിംഗ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം ലോ സ്പീഡിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായയും അതുപോലെ തന്നെ ഓയിലിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടി എടുക്കുമ്പം ഞാൻ ഇതിലെടുത്ത പോലെ എപ്പോഴും കറക്റ്റ് അളവെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും പാല് ചൂടാക്കണമെന്ന്. പാല് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ പാലെടുക്കുമ്പം ഗോതമ്പ് പൊടി എടുത്ത ആ ഒരു കപ്പിൻ്റെ പകുതിയിൽ വേണം കേട്ടോ എടുത്തു കൊടുക്കാൻ. ഞാൻ ഇതിൽ കാണിച്ച പോലെ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അളവൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1/2 കപ്പ് പാൽ ഒഴിക്കാണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു ലെവലിലാക്കി എടുക്കുക. നമ്മുടെ ബാറ്റർ ഈ ഒരു ലെവലിലാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്നാക്സ് ബോക്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 4 സ്നാക്സ് ബോക്സിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 4 എണ്ണത്തിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്നാക്സ് ബോക്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വേറെ പാത്രം ഒന്നും എടുക്കണ്ട, ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് കൊടുത്തേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ ബാറ്റർ ഒഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൽ മൊത്തമായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഓരോ തവി ബാറ്റർ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗം വരെ ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ പകുതി ഞാൻ ഒഴിച്ച പോലെ പകുതി ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിക്കാം കേട്ടോ. ബാറ്റർ ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് അത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ആൽമണ്ട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. പിസ്താഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ പിസ്താഷ്യോ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാഷ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചോക്കോ ചിപ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല രസമായിരിക്കും കാണാനും അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ആൽമണ്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ഒരു പണികളൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വരും. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ടൈം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു റിങ് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു അടുപ്പ് അതിൻ്റെ മുകളിലായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഈ 4 പാത്രവും ഞാൻ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ആവി ഒട്ടും പുറത്ത് പോകാത്ത വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റീമിങ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കറക്റ്റ് 20 മിനിറ്റ് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. കുക്കായില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ സ്റ്റീം ചെയ്തെടുത്താൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, കേക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് അടർത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഓയിൽ ഗ്രീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കൂട്ടത്തിൽ മുട്ട ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വേറൊരു രീതിയും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ബാക്കിയൊക്കെ ഞാനിതിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് റെഡി ആക്കി കിട്ടും കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരാണ്, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ടൈമിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിതിൽ ചെയ്ത പോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണിത്. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അധിക ചിലവൊന്നുമില്ല. നമ്മൾ വെറും 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പുറത്തുനിന്ന് സ്നാക്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്തി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പീസും അതുപോലെ സ്നാക്സ് ബോക്സ് ഐഡിയാസും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.